ചിരിദിനത്തിൽ പൊട്ടിച്ചിരിയുടെ അമിട്ട് പൊട്ടിച്ച് കൊല്ലം തുളസിയും ഡോക്ടർ സുരേഷ് കുമാറും. നമസ്കാരം. ഇന്ന് ലോക ചിരിദിനമാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ചിരിയോടെ ആരംഭിക്കാം. ഇങ്ങനെ ചിരിച്ചാൽ പോരാ, പൊട്ടിച്ചിരിക്കണം. അതിനുള്ള വകുപ്പുകളൊക്കെ പിന്നാലെ വരുന്നുണ്ട്. വിഷമിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇവിടെ ഇരിക്കുന്നത്? ഓ, ഒന്നും പറയണ്ടെങ്കില് വീട്ടിലെ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങ് എന്നും വഴക്കാം, ഒരു സ്വസ്ഥതയില്ല വീട്ടിൽ, എന്നും അങ്ങ് അടിയും പിടിയാ. ഞാൻ ചോദിച്ചു, നിന്റെ അച്ഛനാരാ? അതേ ചൊല്ലി തന്നെ അവിടെ എന്നും വഴക്ക്. അപ്പൊ അവന്റെ ആ ബുദ്ധി പോയ കണ്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, നീ മൂത്തതാങ്കള്, എനിക്ക് ഇളയത് 5-6 പേരുണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്താ ജോലി? അങ്ങനെ ഇത് തന്നെ പണി. എൻ്റെ അടുത്ത് ഒരു സാവധാനത്തിൽ ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് എന്തിനൊക്കെ ചോദിച്ച്, ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, ഉറക്കമൊക്കെ ഞാൻ മാറ്റി തരാം, ഇന്ന് ഉറക്കത്തില്ല. ഞാൻ പറഞ്ഞു, എപ്പോഴെനിക്കത് എനിക്ക് മനസ്സിലായില്ല. അല്ലല്ല എന്ന് ഇയാൾ എന്നെ തപ്പാൻ തുടങ്ങി. തപ്പി 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 വന്നപ്പോൾ ഇയാൾ ഉദ്ദേശിച്ച സാധനമൊന്നും ഇയാളെ കൈ വന്നില്ല. പെട്ടെന്ന് ഇയാൾ ചാടി എഴുതിട്ട്. ചിരിയൊന്നിനും മരുന്നല്ല, പക്ഷേ ഒരു പുഞ്ചിരി കൊണ്ട് പലതിനും പരിഹാരം കാണാനാവും എന്ന ശുഭചിന്തയിൽ നിന്നാണ് ലോക ചിരിദിനത്തിൻ്റെ പിറവി. ഈ ദിനത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കരയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നമുക്ക് പ്രശസ്ത സിനിമാ താരവും സാഹിത്യകാരനുമായ കൊല്ലം തുളസിയും പ്രമുഖ ശിശുരോഗ വിദഗ്ധനും IMAയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ചിരി ക്ലബിൻ്റെ സ്ഥാപക പ്രസിഡന്റുമായ ഡോക്ടർ സുരേഷ് കുമാറും തമ്മിൽ ചിരിദിനത്തിൽ ITV ന്യൂസിൻ്റെ ഫ്ലോറിൽ കണ്ടുമുട്ടിയപ്പോഴുള്ള ആ നർമ്മ സംഭാഷണങ്ങൾ കേൾക്കാം. ഇന്ന് ലോക ചിരിദിനമാണ്. ചിരിദിനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, ചിരിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ കരയിക്കാതിരിക്കാനുള്ള ദിവസം, അങ്ങനെ ഒരർത്ഥമുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഈ ചിരിദിനത്തിൽ എന്നോടൊപ്പം ഉള്ളത് പ്രസിദ്ധനായ ഒരു ചിരി ഡോക്ടറാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പേഷ്യൻസിനെ ചികിത്സിക്കുന്നത്. മരുന്ന് കുറിക്കുമ്പോഴും ചികിത്സിക്കും, സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോഴും ചിരിക്കും, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഫീസ് ചോദിക്കുമ്പോൾ മാത്രം ചിരിക്കത്തില്ല, അപ്പോൾ ഗൗരവക്കാരനായിരിക്കും. അങ്ങനെയുള്ള ഡോക്ടറെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്, ഡോക്ടർ സുരേഷ്. ഡോക്ടറെ, ഈ ചിരി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മനുഷ്യന് മാത്രം എല്ലാവർക്കും ഉണ്ടോ? എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടോ? യഥാർത്ഥത്തിൽ ചിരിയുടെ ബേസിക് അടിസ്ഥാനപരമായ വികാരം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്. കാരണം വെച്ചാൽ അവർ സന്തോഷിക്കുന്നുണ്ട്, അവർ തമാശകൾ പോലെ ഉള്ള ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, മനുഷ്യൻ ഇത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മൃഗമാണ്. അപ്പോൾ മനുഷ്യന് കിട്ടിയിട്ടുള്ള സംസാരശേഷിയാണ്. ബാക്കിയുള്ളവർക്കൊന്നും സംസാരശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കിട്ടിയിട്ടുണ്ടാവും മറ്റുള്ളവർക്ക്, പക്ഷേ സംസാരിക്കാനുള്ള ശേഷിയുടെ ഭാഗമായിട്ടാണ് ചിരിയും വന്നിരിക്കുന്നത്. മൃഗങ്ങൾ സംസാരിക്കാറില്ലേ? മൃഗങ്ങൾ സംസാരിക്കുന്നതെന്ന് പറയുന്ന അവരൊരു മൂകഭാഷയാണ്. ചിരിക്കാറുണ്ടോ? ചിരിക്കാറുണ്ട്. കരയാറുണ്ടോ? കരയാറുണ്ട്. മൃഗങ്ങൾ കരയാറുണ്ടെങ്കിൽ മൃഗങ്ങൾ ചിരിക്കാറുണ്ടല്ലോ. ഉണ്ട്, ചിരിക്കാറുണ്ട്, പക്ഷേ അതൊരു മൂകമായ ഭാഷയിലാണ് ചിരി. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പശു മൂത്രം ഒഴിക്കുന്നത് കണ്ട്. അപ്പോൾ അടുത്തിരുന്ന ഒരു കാള ഇന്ന് ആ മൂത്രം കുടിച്ചിട്ട് പല്ല് രണ്ടുകൂടെ വികസിച്ച് ചിരിക്കുകയാണോ കരയുകയാണോ? നമ്മൾ സുകുമാർ സാറ് പറഞ്ഞൊരു കഥ, മനുഷ്യരെല്ലാം ചിരിക്കുന്നുണ്ട്, പക്ഷേ മൃഗങ്ങൾ ഒരാളെ മാത്രമേ ചിരിക്കുകയുള്ളൂ. അതാരാ? അട്ടയാണെന്ന് പറഞ്ഞു. അട്ട കാരണം അട്ട ചിരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ അതെങ്ങനെ അട്ട ചിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അട്ടഹാസം? അതാണ് അട്ടയുടെ ചിരി. ഓ, അങ്ങനെ ഒരു ഗുരുവെ സമ്മതിച്ചു. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വരുത അട്ടയുടെ ഹാസമാണ്. അതെ, അട്ടഹാസം. ഞാൻ ആലോചിക്കുന്നത് ഡോക്ടർ ഈ അട്ടയെ പോയി കണ്ടുപിടിച്ച് ചിരിക്കുന്ന കണ്ടല്ലോ. സുകുമാർ സാറിന്റെ ജോക്കാണ്. അതെ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ മനുഷ്യരുടെ ബുദ്ധിയുടെ വികാസം എന്ന് പറയുന്നത് നമ്മൾ എവല്യൂഷൻ നോക്കി അറിയാം. ഇന്ന് കാണുന്ന ഈ ശാസ്ത്രത്തിലുള്ള മുന്നേറ്റം ഇന്ന് എവിടെ ചെന്നിരിക്കില്ല അല്ലേ? AI ചെന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും വികാസം നടത്തിയിട്ടുള്ള മറ്റു മൃഗങ്ങൾ ആരും ഒന്നും കണ്ടുപിടിച്ചില്ല. സിംഹം എന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? കുരങ്ങൻ എന്തെങ്കിലും കണ്ടുപിടിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ആ കണ്ടുപിടുത്തം നടത്തുന്ന ആ ബ്രെയിനിന് റിലാക്സേഷന് വേണ്ടിയാണ് ചിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അത് ഉണ്ടാകണമല്ലോ. ഉണ്ട്, പക്ഷെ അവരുടേതായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ അട്ടഹാസം പോലുള്ള ചിരിയും അല്ലാതെയുള്ള ചിരിയും പലതരത്തിലുള്ള ചിരിയൊക്കെ ആണ് നമുക്കുള്ളത്. ഈ ചിരിയുടെ ഓപ്പോസിറ്റാണ് കരച്ചിൽ എന്ന് പറയാമെങ്കിൽ, അതെ, ഈ ചിരി കൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സ് സന്തോഷിക്കുമ്പോൾ അല്ലേ, ഏതെങ്കിലും വിനോദങ്ങൾ പറയുമ്പോൾ
പിന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും വലിയ തമാശ ഭാര്യാഭർത്ത ബന്ധത്തിലായിരിക്കും തമാശകൾ കൂടുതലുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് അതാണ്. ചേട്ടൻ്റെ അനുഭവം വല്ലതും ഉണ്ടോ? അനുഭവങ്ങളേ ഉള്ളു. കാര്യം ചില ഭാര്യമാർ ഈ തമാശ കേൾക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു തമാശയാണ്. അതായത് ഈ ഭാര്യയും ഭർത്താവും ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഭർത്താവ് ഭാര്യയോട് ചോദിച്ചടി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? അയ്യോ ചേട്ടാ, അങ്ങനൊന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കല്ലേ. എന്താ 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 അല്ല, അങ്ങനെ ചേട്ടൻ പറയല്ലേ, ചേട്ടൻ എത്ര കാലം ജീവിച്ചിരിക്കണം, അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ പോയി നിൽക്കും. അത് ശരി. അപ്പോൾ ചേട്ടൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചേട്ടൻ എന്ത് ചെയ്യും? പുള്ളി എടുത്ത വായിച്ചാൽ അതിൻ്റെ സീരിയസ്നെസ് അറിയാതെ പറയും, ഞാനപ്പോൾ നിൻ്റെ അനിയത്തിയുടെ കൂടെ പോയി നിൽക്കും. നീ പറഞ്ഞ പോലെ നീ നിന്റെ അനിയത്തിയുടെ വേറൊരു ഒരു കരച്ചിലിന് അവിടെ വേറൊരു കാര്യം വേണ്ടല്ലോ. വേറൊരു സംഭവം ഞാൻ പറയാം. നമ്മൾ ചിരി ക്ലബ്ബ് കേട്ടാണ്. ചിരി ക്ലബ്ബ് അറിയില്ല ചേട്ടൻ? ചിരി ക്ലബ്ബ് ഇപ്പൊ ഇല്ലാത്ത എന്താ? ചിരി ക്ലബ്ബ് ഉണ്ട്, ഇപ്പോഴും ഉണ്ടോ? ചിരി ക്ലബ്ബ് 10-15 കൊല്ലമായിട്ട്. എന്റെ ചിരിയെല്ലാം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് പോയി, സ്റ്റോക്ക് തീർന്നു പോയി. അപ്പൊ അതിനകത്തൊരു കഥ ഒരാൾ പറഞ്ഞത്, ഭാര്യ എടുത്ത് ഇതുപോലെ ഭർത്താവ് പറയാണ്, ഞാൻ പിന്നെ മരിക്കുമ്പം ഈ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കാറ് വിൽക്കണം, പിന്നെ ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞിട്ട് പറഞ്ഞു അവസാനം ഭയങ്കര സെൻറ്റിമെൻ്റായി. കല്യാണത്തിന് ഇട്ട കോട്ട് പിന്നെ അല്ല, അത് നീ കല്യാണം കഴിക്കണം, മരിച്ചു കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കണം, സുഖമായിട്ട് താമസിക്കണം, ഞാൻ ഉപയോഗിച്ചിട്ട് വില കൂടിയ സാധനങ്ങളെല്ലാം ആൾക്ക് കൊടുക്കണം, ഈ കല്യാണത്തിനിട്ട കോട്ട് അയാൾക്ക് കൊടുക്കണം. ഭാര്യ പറഞ്ഞ് കൊടുക്കത്തില്ല, യാതൊരു കാരണവശാലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ കാര്യം? അപ്പോൾ ഇയാൾ ഭയങ്കര സെൻറ്റിമെൻ്റിലായി. കാരണം കല്യാണത്തിന് ഇട്ട കോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൾ അത് അത്ര വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മോശമായിപ്പോയി ഞാൻ പറഞ്ഞ ചോദ്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പം ഭാര്യ പറയാണ്, അത് അയാൾക്ക് ചേരൂല. അതെ, അയാൾ നല്ല ഹൈറ്റുള്ള ആളാണ്, പുള്ളിക്കാരത്ത് നേരെ നോക്കി വെച്ചിരിക്കുക. അതെ, ഇപ്പോഴത്തെ മിക്കവാറും തലമുറയുടെ പ്രത്യേകത അങ്ങനെ വേറെ സ്റ്റെപ്പിനെ നോക്കി വെച്ചിട്ടായിരിക്കും ഇതൊക്കെ. അതെ. അപ്പോൾ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ചിരിദിനമായതുകൊണ്ട് സിനിമാ രംഗത്ത് ഒരുപാട് തമാശകൾ ഉണ്ടാകുന്ന ഒരു രംഗമാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അല്ലെങ്കിൽ സിനിമയിലുള്ള ചിരി നമ്മൾ കാണുന്നുണ്ട്, സിനിമ കാണുമ്പോൾ കാണും, അല്ലാതെ അതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ ചില അനുഭവങ്ങൾ കാണുമല്ലോ. ധാരാളം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ. ഇല്ല, സിനിമയിലുള്ള തമാശകൾ അത് ഉണ്ടാക്കുന്ന മാത്രമല്ല അങ്ങ് സംഭവിച്ചു പോകുന്നവർ. ഇപ്പോൾ ജഗതിയുടെ തമാശകൾ എന്ന് പറഞ്ഞാൽ അതങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. വേറെ ചില നടീനടന്മാരുണ്ട്, അവർ സിനിമ ഉണ്ടാക്കും, അതെത്ര കാര്യം ഏച്ചു വെച്ച മുഴച്ചിരിക്കും എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടാണ്. അല്ലാതുള്ള ജീവിതങ്ങൾ, എൻ്റെ പേഴ്സണലായിട്ട് അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പേര് വരുത്തി വെച്ച എനിക്ക് ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിരുന്നു. കൊല്ലം തുളസി എന്ന് പറയുന്നത് പെണ്ണാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിന്നെ പ്രൊഡ്യൂസർ നല്ല മുറിയൊക്കെ തന്ന കാര്യങ്ങളും. ഒരിടത്ത് ഞാൻ ചെന്നപ്പം പ്രൊഡ്യൂസർ അടുത്ത് തന്നെ ഒരു AC റൂം, അന്നത് എനിക്ക് AC കിട്ടിയ സമയമൊന്നുമില്ല, AC റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പറഞ്ഞ്, പിന്നെ പുള്ളിക്കൊന്നും എന്നെ വേറെ ദുരുദ്ദേശമൊന്നും അറിയില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുരുദ്ദേശമുണ്ട്, ഇത് കൊല്ലം തുളസി ഒരു പെണ്ണാണെന്നും പുതിയ നടിയാണെന്നും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ലതും നടക്കുന്നില്ല. നീ അന്ന് പിന്നെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്നില്ല, ഹേമ കമ്മീഷൻ അന്നില്ല, അന്നുണ്ടായത് ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഹേമ കമ്മീഷൻ ഇല്ലാതിരുന്നൊരു കാലഘട്ടം അത്. അങ്ങനെ എന്തെങ്കിലും മുറിയെടുത്ത് എന്നിട്ട് പറഞ്ഞ് ഒരു പയ്യൻ വന്ന് എനിക്ക് ഓർഡർ നോക്കണം, നല്ല പൊരിച്ച മീനും മപ്പാസും ഒക്കെ ഉണ്ടാക്കി, കൂടെ ഒരു പൈൻറ്റും കൂടെ ഉണ്ട്. ഞാനും ആരെങ്കിലും എൻ്റെ പ്രകാരം ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു, പ്രൊഡ്യൂസർ വരും, കഥവ് തുറന്നിട്ടേക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എനിക്ക് കത്തിയില്ല, ഞാൻ സുഖമായിട്ട് കിടന്ന് അടിച്ച് കിടന്ന് പറയും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ ഒരാൾ കഥവ് തുറന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നി. നോക്കണം, ഞാൻ പുറച്ച് കിടക്കുക, AC അല്ലേ, AC ആദ്യമായിട്ടാണ് എനിക്കൊന്ന് AC കിടക്കുക, നല്ല പുറച്ച് കിടക്കുക. എൻ്റെ അടുത്ത് ഒന്ന് സാവധാനത്തിൽ ഞാൻ ഇരുന്ന്, എന്നിട്ട് എന്തിനേക്ക് ചോദിച്ച്, ഉറങ്ങിയോ? ഞാൻ ഉറക്കമൊക്കെ ഞാൻ മാറ്റി തരാം, ഇന്ന് ഉറക്കത്തില്ല ഞാൻ പറഞ്ഞു. എപ്പോഴെനിക്കത് എനിക്ക് മനസ്സിലായില്ല. അല്ലല്ല എന്ന് ഇയാൾ എന്നെ തപ്പാൻ തുടങ്ങി. തപ്പി വന്നപ്പോൾ ഇയാൾ ഉദ്ദേശിച്ച സാധനമൊന്നും ഇയാളെ കൈ വന്നില്ല. പെട്ടെന്ന് ഇയാൾ ചാടി എഴുതിട്ട് ആദ്യമേ എൻ്റെ മാറിൽ തപ്പി, അവിടെ ഒന്നും നടന്നില്ല. പിന്നെ താഴോട്ട് തപ്പി വന്നപ്പം പിന്നെ എന്തുവാന്ന് എനിക്കറിഞ്ഞൂടെ, ചാടി ഇവിടെ പോയി ലൈറ്റ് ഇട്ടത്, നീ ആരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊല്ലം തുറച്ച്, നായിൻ്റെ പോകാൻ എവിടെ അറിയാം, വേറെ പോയി കേടാന്ന് പറഞ്ഞു. ഇത് പറയാൻ പറ്റിയ തമാശയാണെന്ന് എനിക്ക് സംഭവിച്ച കാര്യം. ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ അവസരത്തിൽ?
അല്ല അത് തുടക്കത്തിലല്ലേ ചേട്ടൻ, തുടക്കത്തിലാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഡാക്ടർക്ക് ഇങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഈ സർവീസ് ഇരിക്കുമ്പോൾ കാണുമല്ലോ. എനിക്ക് ഉണ്ട് അനുഭവം. ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ നർമ്മ വിഭാഗം OP എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ നർമ്മ വിഭാഗം OP, അതായത് നമ്മൾ ഓർത്തോ വിഭാഗം OP എന്നൊക്കെ കേട്ടില്ലേ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ENT വിഭാഗം എന്ന കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ. അല്ല, അപ്പൊ നർമ്മം ചികിത്സിക്കുന്ന അല്ലെങ്കിൽ നർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു OP എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ അതിനകത്ത് എഴുതിയിട്ട് ആദ്യത്തെ ഒരു 50 കഥകൾ എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോൾ 10,000 കോപ്പികളോളം പോയി. ഇപ്പൊ ഞാൻ അടുത്ത ഇത് എഴുതിയിട്ടുണ്ട് 30 കഥകളുള്ള നർമ്മ വിഭാഗം OP ചിരി പാലിക്കുക. ഇപ്പൊ നർമ്മ വിഭാഗം OPയുടെ മുന്നിൽ ബോർഡ് ഇട്ടേക്ക് നിശബ്ദത പാലിക്കുക എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചിരി പാലിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കഥ എന്ന് പറഞ്ഞത്, ഒന്ന് ഞാൻ മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ഥലത്ത് എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൻ്റെ അടുത്താണ്, വീടിനോട് ചേർന്നാണ് കാർ ഷെഡ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് കാർ നിർത്തുന്നത്. അപ്പം അവർ നമ്മളൊരു വലിയ ലോഹിയാണ്. അപ്പോൾ ഒരു ദിവസം അവർ കുട്ടികളെ കൊണ്ടുവന്നു. പറഞ്ഞത് കുട്ടികളൊന്നും കഴിക്കുന്നില്ല. കുട്ടികളെ നോക്കിയപ്പോൾ കറക്റ്റാണ്, അണ്ടർ വെയ്റ്റാണ്, ആവശ്യത്തിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഇവരൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പം രാവിലെ ചായയും കാപ്പിയൊന്നും പിള്ളേർ കുടിക്കുന്നില്ല. പിന്നെ അവർക്ക് എന്തെങ്കിലും ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കും, അതും കുടിക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് പറഞ്ഞു, നമ്മൾ സാൻഡ്വിച്ച് കൊടുക്കും. സാൻഡ്വിച്ച് അതിനകത്ത് ചിക്കൻ്റെ ഇതൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച്. അപ്പോൾ ഞാൻ കുട്ടികളെ ഇങ്ങനെ നോക്കി, സാൻഡ്വിച്ചൊക്കെ നല്ല സംഭവമാണല്ലോ, എന്ത് കഴിക്കാത്ത. അല്ലെങ്കിൽ എന്താണ് സാധനം, അല്ലെ നമ്മൾ ഈ സ്പാനിഷ് ഓംലെറ്റ് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി സ്പാനിഷ് ഓംലെറ്റ്. അപ്പോൾ നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് കേട്ടിട്ട് പോലും ഇല്ല. അപ്പം അതൊരു ഭയങ്കര സംഭവമാണല്ലോ, അത് കഴിക്കും. അത് പിള്ളേർ കൊടുക്കുക കഴിക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി, പിള്ളേർ എന്തെങ്ങനെ കഴിക്കാതെ, ഇത്രയും നല്ല അമ്മ നന്നായിട്ട് ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കാത്തത്. ഉച്ചയ്ക്ക് എങ്ങനെയാണ്? ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസാണ്. അതിനകത്ത് ചിക്കനും മട്ടണും ബീഫും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മിക്സഡ് ഫ്രൈഡ് റൈസ്, മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള സോയാ സോസും അതും ഇതൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവമാണ്. അത് അവർ കഴിക്കത്തില്ല, അതും അവർ കഴിക്കുന്നു. അപ്പോൾ രാത്രി ചിക്കൻ റോള് ഉണ്ടാക്കി, അതിനകത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് നോൺ വെജ് ഉള്ള സാധനങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കിങ്ങനെ വെള്ളം ഊറി വരികയാണ് ഇതൊക്കെ കേട്ട്, പറഞ്ഞപ്പോഴേ ഊറി വരികയാണ്. അപ്പോൾ കൊള്ളാമല്ലോ, നല്ല വിഭവങ്ങളാണല്ലോ. എന്നിട്ട് ഈ പിള്ളേർ കഴിക്കാത്തത്. അപ്പോൾ ഇവർ വീട്ടിൽ പോയി ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ് ഒരു ദിവസം വരൂ ഡോക്ടറെ, വീട്ടിൽ വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബന്ദ് ദിവസമായപ്പം ഹോട്ടലൊക്കെ അവധിയാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയാൽ രാവിലെ കൊണ്ടിട്ടപ്പോൾ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാൻ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിന് 2 പിള്ളേർ. ഹസ്ബൻഡ് നോക്കിയപ്പോഴും ഞാൻ വിചാരിച്ച അയാൾ പട്ടാളക്കാരൻ, അയാൾ പക്ഷെ മെലിഞ്ഞിരിക്കുക, പിള്ളേരും മെലിഞ്ഞിരിക്കുക. അതേ വന്ന് പംകിൻ ജ്യൂസാണ്, മത്തങ്ങ എന്ന് പറയില്ലേ, അതിൻ്റെ ജ്യൂസാണ്. ഞാൻ ഒരു കവിളെടുത്തത് എനിക്ക് പിന്നെ അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു വല്ലാത്ത ടേസ്റ്റാണ്. ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് ഇഷ്ടമുള്ള സ്പാനിഷ് ഓംലെറ്റ് അതുകൊണ്ട് കൊടുക്കുന്നത്. അത് എടുത്തപ്പോൾ അതിനകത്ത് എന്താണ്, സവാള ടൊമാറ്റോ ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അതൊന്നും വെന്തിട്ടില്ല. ഞാൻ ഒരു കടി അടിച്ചേ ഉള്ളൂ, പിന്നെ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ സംഗതികൾ കൊണ്ടുവച്ചു. ഇതൊന്നും നമുക്ക് പിടിക്കുന്നില്ല. നമ്മുടെ ടേസ്റ്റിന് പറ്റിയല്ല. പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നോക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്ത് കഴിക്കാൻ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കഴിച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ എണീറ്റു. കാരണം എനിക്ക് മുതലാവില്ല, ശരിയാവില്ല അവിടെ. അത് കഴിഞ്ഞ് പോയി കൈ കഴിയപ്പോൾ അവർ വിളിക്കാൻ ലഞ്ചിന് വരണം കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു ലഞ്ച് ഞാൻ കഴിക്കാറേ ഇല്ല, ആ ഏർപ്പാടേ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടതാണെന്ന് ഞാൻ എഴുതി. അത് കൃഷ്ണഗാത്രരുടെ സ്പാനിഷ് ഓംലെറ്റ് എന്നാണ് കഥയുടെ പേര്. കൃഷ്ണഗാത്രർ അവരെല്ലാം മെലിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ ഈ പാചകം കൊണ്ടാണ്. എന്ത് സാധനം ഏത് ഈ സ്പാനിഷ് ഓംലെറ്റ് മുട്ടയും ഈ ടൊമാറ്റോയും സവാളയും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ്. പക്ഷെ അവർ ഉണ്ടാക്കുന്നത് പിള്ളേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഡോക്ടർക്ക് ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണി കഴിക്കാറുണ്ട്. ബിരിയാണി കഴിക്കുമ്പോഴേ അതിനൊരു മുട്ട വെക്കുമല്ലോ, അതെന്തിനാ മുട്ട വെക്കുന്നത്? അത് അട്രാക്ട് ചെയ്യാനായിട്ട് ആണോ? ഫുഡ് എല്ലാത്തിനും അട്രാക്ട് ചെയ്യാനാണ്. പിന്നെ കൊണ്ട് റോസാപ്പൂ വെച്ചാൽ പോലെ. ഇപ്പൊ ചേട്ടൻ ചോദിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു, ഇതിനകത്ത് എന്തോ പിന്നിലെ കഥ കാണും ഇല്ലേ? എനിക്കറിഞ്ഞൂടാ, എന്നോട് ചോദിച്ചിട്ടുണ്ട്.
ബിരിയാണിക്ക് എന്തിനാ മുട്ട വെക്കുന്നത് എന്നോട് ചോദിച്ചു. എനിക്കിതുവരെ മറുപടി പറയാം. എൻ്റെ മോള് തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട്, ബിരിയാണിക്ക് എന്തിനാ അച്ഛൻ മുട്ട വെക്കുന്നത്. എനിക്കിതുവരെ മറുപടി വെച്ചിട്ട് ഈ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഈ ബിരിയാണിക്ക് എന്തിനാ ഈ മുട്ട വെക്കുന്നത്. മുട്ട വെക്കുന്നത് കോഴിമുട്ട താറാമുട്ട വെച്ചുകൂടെ തന്നെ അവർക്ക്, അത് തിന്നാനെങ്കിലും സുഖമുണ്ടല്ലോ. ടേസ്റ്റിന് വേണ്ടിയാണ്, അത് ചന്തത്തിന് വേണ്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ കാര്യം കേട്ടോ, ഇപ്പോ വന്ന് അത് ആ മുട്ട പതുക്കെ ഈ ചേട്ടൻ ചോദിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ മുട്ട പിൻവലിക്കുന്നുണ്ട് ഇപ്പോൾ പല ബിരിയാണി. ഉണ്ടോ? അതെ, മുട്ട വില കൂടിയിട്ടല്ല. അല്ല ഇതിങ്ങനെ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. ആസച്ച് ചിക്കൻ ബിരിയാണി ചിക്കനും റൈസും മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ. പിള്ളേരെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വായി വെച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെക്കാൾ അറിവും ബോധമാണ് പിള്ളേർക്കല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് മ്യൂസിയത്തിൽ നടക്കാൻ പോയതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നു, വിഷമിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ മോനെ അവിടെ ഇരിക്കുന്നത്? ഒന്നും പറയണ്ടെങ്കിലേ, വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങ് എന്നും വഴക്കാം, ഒരു സ്വസ്ഥതയില്ല വീട്ടിൽ, എന്നും അങ്ങ് അടിയും പിടിയാ. ഞാൻ ചോദിച്ചു, നിൻ്റെ അച്ഛനാരാ? അതേ ചൊല്ലി തന്നെ അവിടെ എന്നും വഴക്ക്. അപ്പോൾ അവൻ്റെ ആ ബുദ്ധി പോയ കണ്ടോ. അപ്പം ഞാൻ ചോദിച്ചു, നീ മൂത്തതാങ്കള്, എനിക്ക് ഇളയത് 5-6 പേരുണ്ട്. ഞാൻ പറഞ്ഞു, നിൻ്റെ അച്ഛൻ എന്താ ജോലി? അങ്ങേർക്ക് ഇത് തന്നെ പണി. 11 വയസ്സുള്ള ചെറുക്കനാണിത് പറയുന്നുള്ള കാര്യം ആലോചിക്കണം. ഈ പിള്ളേരുടെ ബുദ്ധി, നമ്മളിപ്പോഴത്തെ കമ്പ്യൂട്ടറിനകത്ത് സകല പണികൾ ഓരോ പഠിക്കുന്നുണ്ടല്ലോ. ഈ ഓരോ അതിനെക്കുറിച്ച് എന്താ ഡോക്ടർ? ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അവരുടെ ബുദ്ധി വികാസം കൂടുതലാണ്. പിന്നെ അതിനകത്ത് ഈ തമാശ പറയാനുള്ള സെൻസ് ഉണ്ടോ ഇല്ലെന്നോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വന്ന് നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പ് മാറി ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലേ പൊതുവില്. അച്ഛനും അമ്മയും കുട്ടികളും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഉടനെ ആത്മഹത്യ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു ക്വാളിറ്റി ടൈം ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അച്ഛനും അമ്മയും കുട്ടികൾ, ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന നല്ല ടൈമിനെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈം ടൈം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ TV ചാനൽസും ഒക്കെ കവർന്നെടുത്തുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്തെ പ്രൈം ടൈമിനെയാണ് അവർ വിറ്റ് കാശാക്കുന്നത്. ആക്ച്വലി അത് നമ്മുടെ സമയമാണ്. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അംഗങ്ങൾ തമ്മിൽ ഈ ഡിജിറ്റൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ, മൊബൈൽ ഫോൺസോ TV ഒന്നും ഉപയോഗിക്കാതെ അവർ തമ്മിൽ ഇൻറ്ററാക്ഷൻ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചിരിയും അവർ എനിക്ക് വന്ന് സീരിയസ് ആയി പോകുന്നു. എനിക്ക് വേറെ ചിരിക്കളപ്പിൽ വെച്ച് ഞാനൊരു ചെറിയൊരു ഡോക്ടറുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഡോക്ടർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഒരു രാജകൊട്ടാരത്തിലെ ഒരു അവിടുത്തെ ഒരു ലാസ്റ്റ് ഗേഡ് ജീവനക്കാരിയാണ്, തൂക്കുകയും തുടക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ കൊട്ടാരത്തിലെ അഡ്രസ് വെച്ചുകൊണ്ട് ഡോക്ടർക്ക് ചികിത്സിക്കാൻ വന്നു. ഡെലിവറിക്ക് വന്നില്ലേ? അതിന്റെ കഥ എന്തോ അതെന്ന് വെച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് പള്ളിമുക്ക് ഒരു സ്ഥലനാമമല്ല, കഥയുടെ പേര്. അതായത് ഒരു പിന്നെ നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ SIT ബിസി ആയിരിക്കുന്ന സമയത്ത് ഓരോ ഡെലിവറീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന് MO എന്ന് പറഞ്ഞു, രാജകുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞു. അത് നിങ്ങൾ നല്ലോണം നോക്കിക്കൊള്ളണേ, നല്ല രീതിയിൽ പെരുമാറിക്കൊള്ളണം, രാജകുടുംബത്തിൽ നിന്നാണ്. അതെ, റെസ്പെക്ട് കൊടുക്കണമല്ലോ. റെസ്പെക്ട് കൊടുക്കണം. അപ്പോൾ PGs ഉണ്ടല്ലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ് അവിടെ. പോസ്റ്റ് ഗ്രാജുവേഷൻ MBBS പാസ്സായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരാണ്. അവർക്കെല്ലാം അറിയാം, ഡെലിവറി അറിയാമല്ല. അപ്പോൾ നോർമൽ ഡെലിവറി മൊത്തം അവരാണ്. ഇവർ ഈ MOs ഒക്കെ സിസേറിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എമർജൻസി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ PGs തമ്മിൽ ഒരു മത്സരമായി, ഈ രാജകുടുംബാംഗത്തിനെ സൂചിപ്പിക്കണം. സാധാരണ ഒരു പ്രസവമായിട്ട് വരുന്നവരടുത്ത് അവിടെ കോമൺ ആയിട്ട് ലോകം മുഴുവൻ പറയുന്ന ഒരു ടേമുണ്ട്. എന്താണെന്ന് അറിയോ? മുക്കുക എന്ന് പറയും. മുക്കിയാലേ പ്രസവിക്കുള്ളൂ. അതെ. അപ്പോൾ ഇങ്ങനെ കൺട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും കൂടെ സഹകരിച്ചാലേ പ്രസവിക്കുള്ളൂ. അപ്പോൾ മുക്കാൻ പറയണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മുക്കാന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ലാത്തൊരു ഇല്ലാതായി പോകും. ബാക്കിയുള്ളവരോടൊക്കെ നിങ്ങൾ മുക്ക എന്ന് പറയും. എന്താ അമ്മ അല്ല എന്താ ചേച്ചി ഇങ്ങനെ മുക്കാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചൊക്കെ പറയും. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പറയണ്ടേ. അപ്പോൾ എന്തു പറയുന്നു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു തർക്കം അപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം മുക്കിയാലും അതൊരു സുഖമില്ല. അപ്പോൾ ഒരാൾ കണ്ടുപിടിച്ചു, ഈ പള്ളി വേട്ട, പള്ളി സ്നാനം, പള്ളി ഉറക്കം എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ വിസർജനത്തിന് പള്ളി വിസർജനം എന്ന് പറയുന്നത് ഇല്ല. ചില കാര്യങ്ങൾ പള്ളിച്ചിരി, പള്ളി ഉറക്കം, എല്ലാം പള്ളിയാ. എല്ലാം പള്ളി ചേർത്ത്, പള്ളി ശൃംഗാരം,
അതെ. പള്ളി സംഭോഗം എല്ലാത്തിനും അങ്ങനെ തന്നെ അല്ല, അതെനിക്കറിഞ്ഞൂടാ. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് തോന്നി. പെട്ടെന്ന് അടുത്ത PG ചോദിച്ചു പള്ളിമുക്ക് എന്ന് പറഞ്ഞു. അവരിങ്ങനെ നോക്കി പള്ളിമുക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ മുക്കാൻ തുടങ്ങി. മുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസവിച്ചു. ഓ അത് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് പേര്. അപ്പോഴേ അതൊരു ഭയങ്കര റെസ്പെക്റ്റ്. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ആദ്യമേ പേര് ചോദിച്ച് ജാനു. അപ്പം ജാനു സാധാരണ അടിച്ചു കളിക്കാരി ഇങ്ങനെയൊക്കെയുള്ള ഇത് വീട്ടുപേരെന്ന്. അപ്പോൾ രാജകുടുംബത്തിൻ്റെ പേര് പറയില്ല. പുതുവൽ പുത്തൻ വീട്. അപ്പോഴേക്കും മനസ്സിലായി നിങ്ങൾ രാജകുടുംബം. ഞാൻ അവിടുത്തെ അടിച്ചു കളിക്കാരിയാണ് എന്ന് പറഞ്ഞു. അപ്പം അവരുടെ അടുത്താണ് ഈ പള്ളിമുക്കും പള്ളി ഇതിനും വേണ്ടി കിടന്നുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് പള്ളിമുക്ക്. രാജകൊട്ടാരത്തിലെ കെയർ ഓഫ് ആണ് അവർ വന്നത്. അവരവിടെ പാർട്ട് ടൈം ആയിട്ടൊക്കെ പോകുന്ന ഒരാളായിരിക്കും. ഞാനിത് അതിനു വേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ചേട്ടൻ ഓർമ്മയുണ്ട്. തിരുമുക്കെന്ന് ഞാൻ തിരുനാമം തിരുമേനി അതുപോലെ തിരുമുക്കെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ഏതായാലും മുക്കി പ്രസവം നടന്നു. മുക്കി ആയാലും കൊള്ളാം, പള്ളി ആയാലും കൊള്ളാം. അത്രയും സന്തോഷം. മറ്റൊരു അനുഭവം എനിക്ക് ഈ നടക്കാൻ പോകുമ്പോൾ കവടിയാർ കൊട്ടാരത്തിന് ചുറ്റും നടക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ട് ഒരുപാട് തമാശകൾ നമുക്കുണ്ടാകാറുണ്ട്. നിങ്ങളെപ്പോലെ ഡോക്ടർമാരുണ്ട്, പൊളിറ്റീഷ്യൻസ്മാരുണ്ട്, ഇങ്ങനെയൊക്കെ പല മേഖലകളിൽ വെറുതെ ഇരുന്ന് ഓരോ തമാശകളും ചിലതൊന്നും പുറത്ത് പറയാൻ കൊള്ളാത്ത നല്ല ഉണ്ടെങ്കിലല്ല എല്ലാവർക്കും ഒരു തമാശ ഏർപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇതൊരു അല്പം അവസാനം വരുന്ന ഒരു ഉണ്ട് ഞാൻ പറയാം. പക്ഷെ അത് മനസ്സിലാകത്തില്ല. അതിലെ കൂടെ എന്നും ഒരു സ്ത്രീ ഇങ്ങനെ അവിടെ പോകും. അവർ പോകുമ്പോൾ എല്ലാം എന്നെ കാണുമ്പോൾ ചിരിക്കും. എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സിനിമാ നടനായ രീതിയിൽ ചിരിക്കുക. പക്ഷേ അവർ പിന്നെയും വരും. പിന്നെ ഒരു ദിവസം എന്നോട് ഇൻ്റർവ്യൂ എന്ന് പറയാം, സാറിന് എന്നെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയും. ഞാനവരെ സൂക്ഷിച്ചു നോക്കി. കണ്ടിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ തയ്യാണ്, നമ്മുടെ പ്രായത്തിലൊക്കെ പറ്റിയ ഒരു പറ്റിയാണ്. ഞാൻ പറഞ്ഞ് എങ്ങനെ മനസ്സിലായില്ല. അല്ല സാറിന് എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമാണ്. സാർ എവിടെ താമസിക്കുന്നത്? ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരട്ടോ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു എന്തേ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല സാറേ എനിക്കെന്തോ സാറിനെ ഭയങ്കര ഇഷ്ടം. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞു സാറ് ഞാനൊരു ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം വേണ്ട സാറേ, ഞാൻ മോഹൻലാലുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ സമ്മതിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു മോഹൻലാലിനോട് ചോദിക്കാം. സാറെന്ന് എന്നൊരു വഴി ഉണ്ടാക്കി തരുമോ? ഞാൻ പറഞ്ഞു അത് നോക്കാം. ഇവിടെ ഞാൻ മോഹൻലാൽ ഷൂട്ടുള്ളിടത്ത് വന്നാൽ മതി. ഇങ്ങനെ പറഞ്ഞു പിന്നെ മമ്മൂട്ടിയെ കിട്ടുമോ? ഇങ്ങനെ പറഞ്ഞ് എനിക്ക് സംശയമായി തുടങ്ങി. ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റിൽ അവരവസാനം പറഞ്ഞു സാർ എന്നെ കല്യാണം കഴിക്കുമോ? ഞാൻ സത്യമായി പ്രതീക്ഷിച്ചു. അന്നേരം പോലെ എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചതാണ്. അത് സാരമില്ല സാറേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോവാം. സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവർ ആവർത്തിച്ച് പറയാം. ഞാൻ പറഞ്ഞു ശരി നമുക്ക് ആലോചിക്കാം. ഞാൻ പോയി ഭാര്യയ്ക്ക് പോയി ചോദിച്ചിട്ട് വരാം. ഭാര്യയ്ക്ക് ചോദിക്കൊന്നും വേണ്ട. സാർ ഒരു കാര്യം ചെയ്തത്, സാർ എവിടെ താമസിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം എനിക്ക് സംശയം തോന്നി. ഞാൻ വേറൊരു സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തു. അതൊരു രക്ഷപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഇവരവിടെ വന്നപ്പോൾ ഇയാളുടെ കൂടെ ഒരു ചെറുപ്പക്കാരല്ലേ ഇവരെ ഭർത്താവെന്ന് തോന്നുന്ന ഒരാളുണ്ട്. പുള്ളി എന്നെ വന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അടി ഇപ്പം എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാലും പറയും. എന്നെ കണ്ടുകൊണ്ട് പുള്ളി ഗൗരവത്തിൽ എൻ്റെ അടുത്ത് വന്ന് തൊഴുത് പുള്ളി വന്നു. സാറ് ക്ഷമിക്കണം, സാറിനോട് വിളിച്ചിട്ട് അപമര്യാദയായിട്ട് സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല. ഇല്ല അവർക്ക് മെൻ്റലാണ് ഡോക്ടർ, മെൻ്റലാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ചികിത്സയിലാണ്. ഇവിടെ നടക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ സാറിനെ പരിചയപ്പെട്ട കാര്യം പറയുന്നത്. ഞാൻ ചിരിക്കണോ കരയണോ എന്ന് അറിയുമ്പോൾ ഏതായാലും അവരന്നേരം ഇല്ലായിരുന്നു. അവരെ പിന്നെ അന്വേഷിച്ച് നടക്കുക. ഇപ്പം മെൻ്റലാന്ന് അറിഞ്ഞാണെങ്കിൽ നമുക്ക് വേറൊരു കൂടെ നേരത്തെ പറഞ്ഞൊന്ന് തുടരാൻ ഉദ്ദേശിച്ചു. പക്ഷെ അത് നടന്നില്ല, നടക്കാതെ പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. വേറൊരിക്കലും അനുഭവം ഉണ്ട്. ഇതുപോലെ വേറൊരു സ്ത്രീയെ എനിക്ക് വലിയൊരു ആഗ്രഹം. അവരെ കണ്ടപ്പോൾ എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷെ അവർക്കറിയില്ല. ഇവർ കാണാനൊക്കെ നല്ല പ്രൗഢായ ഒരു സ്ത്രീയാണ്. നടന്ന് ഇവരിപ്പോഴും നോക്കും, ഒന്നും നോക്കും, ഞാനും നോക്കും. ഇവർ വയസ്സുകാലത്തല്ലേ പ്രണയങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പോഴും ഉണ്ടല്ലേ? ഇല്ല, ഇപ്പോഴും എനിക്കിപ്പോഴാണ് ഉള്ളത്. എന്റെ പ്രത്യേകത ഇപ്പോൾ 75-ാമത്തെ വയസ്സിലൊക്കെ എൻ്റെ പ്രണയം. പഴയ കേസ് കെട്ടുകളൊക്കെ നമ്മൾ എടുക്കും. ഭാര്യയും ഒന്നും ഇല്ലല്ലോ എൻ്റെ കൂടെ. ഭാര്യ ഇല്ലാത്തപ്പം ഭാര്യ വേണമെങ്കിലും വിളിക്കുക പറയുകയും ചെയ്യും. മറ്റേ ആരെ വിളിച്ചു എന്തിനായിരുന്നു എല്ലാം പറഞ്ഞ് വഴക്ക്. ഇപ്പോൾ ആരും ഒരു പ്രശ്നമില്ല. അപ്പോൾ പഴയ കേസ് കെട്ടൊക്കെ നമ്മൾ അഴിച്ചു നോക്കും. കൂടെ പഠിച്ചവർ, കൂടെ വർക്ക് ചെയ്ത ആളുകൾ, അവരൊക്കെ ഇപ്പം കിളവികൾ അമ്മമാരൊക്കെ മിക്കവാറൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ചിലതിനെയൊക്കെ നമ്മൾ കേസെടുത്ത് നോക്കിടാ നീ പണ്ട് പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിക്കും. അതൊക്കെ വയസ്സുകാലത്ത് കേൾക്കാൻ ഒരു രസമാണ് അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു ഡോക്ടർ. പ്രണയം ഇല്ലെന്ന് പറയുന്ന എനിക്ക് എത്ര വിശ്വസിക്കാൻ പറ്റും? പ്രണയം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള മാത്രമല്ല, പലതിലും ഉണ്ടല്ലോ. മൃഗങ്ങൾ പ്രണയിക്കും? അല്ല, മൃഗങ്ങളെ അല്ല,
നമ്മൾ ഈ പ്രകൃതിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പം വായന ഒരു പ്രണയമല്ലേ, എഴുത്ത് ഒരു പ്രണയമല്ലേ, അങ്ങനെ പല പ്രണയം എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. ലഹരിയോടുള്ള പ്രണയമുണ്ടല്ലോ, അതിനെക്കുറിച്ച് അതാണ് ലഹരി നല്ലതാണോ? ലഹരിയെ പ്രണയിക്കുന്നവരുണ്ടല്ലോ ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. ഇപ്പോഴത്തെ കാലമൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുണ്ട്. അതെ, ഇപ്പോഴത്തെ ഒരു പയ്യന്റെ ഒരു കാര്യമുണ്ട്, വേടൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ കുറിച്ച്. അത് ഡോക്ടർ എന്താ അതിനെ കുറിച്ച് അഭിപ്രായം? ഞാനത് ഫോളോ ചെയ്യാറില്ല അധികം. ഇങ്ങനെ ഓരോരോ ഇത്ര സത്യസന്ധമായിട്ട് തുറന്നു കഴിഞ്ഞ ഒരു പയ്യൻ, എനിക്ക് അവനെ കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ ഉള്ളത്. അവൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ ഇച്ചിരി കഞ്ചാവ് വലിക്കാറുണ്ട്, തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി, ഞാൻ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കാം അല്ല ആ ഒരു എന്ന ഉപദേശം കൊടുക്കുകയും ചെയ്ത്. എന്നിട്ട് അവനെ നമ്മുടെ നിയമത്തിന്റെ പുറകെ കൊണ്ടു നടക്കുക. ഇവിടെ തമാശ എവിടെയാണ്? ഇവിടെ ഏറ്റവും ചിരിക്കേണ്ട കാര്യം അതാണ്. ഇവരെയൊക്കെ വലിയ പന്തരാൻ പിടിച്ച കേസുകൾ ഇവിടെ നടക്കുമ്പോൾ അവൻ ഞാൻ അറിയാതെ മദ്യപിച്ചു പോയി, ഞാനിപ്പോ കഞ്ചാവ് കൺഫസ് ചെയ്ത് പറയുന്ന ഞാൻ ഉപയോഗിക്കില്ല, ഞാൻ എന്നെ മാതൃകയാക്കല്ലെന്ന് പറഞ്ഞ ആ പയ്യൻ അവന് സ്റ്റേജിൽ കയറി പറയും. അവൻ ഈ അവന് ലാസ്റ്റ് ഘട്ടത്തിൽപ്പെട്ട കണ്ട ലാസ്റ്റ് ഈ ഇത് വർഗത്തിൽപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, പട്ടികവർഗത്തിലെ കണ്ടുള്ള ഞാൻ തോന്നുന്നത്. പക്ഷെ അവൻ പറയാൻ ഞങ്ങൾ വിരക്തിയുടെ ലോകത്തിൽ നിന്ന്, ഒരു അധകൃത ലോകത്തിൽ നിന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഒരു ജനസമൂഹമുണ്ട്. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് എനിക്ക് നഷ്ടമായില്ല, എനിക്ക് തെറ്റ് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്ന ഒരുത്തിന് നിയമത്തിന്റെ കുരുകിൽ കൊണ്ടുവരാകുന്നത് അതല്ലേ ഏറ്റവും വലിയ ഫലിതം നാട്ടി കിടക്കുന്നത്. വലിയ വലിയ തിമിംഗലങ്ങൾ കൊടുക്കുന്നത് ക്രൂരമായ ഫലിതമാണ്. അതെ ചേട്ടാ, ഇപ്പൊ നമ്മളെ ഈ ചിരിദിനത്തിന്റെ ചേട്ടൻ പറഞ്ഞല്ലോ, ചിരിദിനത്തിൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പലരും ചോദിക്കാറില്ല. ഞാനിപ്പോൾ 50, ഇപ്പോൾ 80, 100ഓളം കഥകൾ പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഫലിതം കിട്ടുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വാട്സാപ്പോ അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല, എൻ്റെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അവരുടെ ആശുപത്രിയിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് മിക്കവാറും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് ഒറിജിനാലിറ്റി ഉണ്ട്, അതിനകത്ത് ഒരിടത്തു നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കും ഇതെങ്ങനെ ഉണ്ടായി. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ ഇന്ന് ആലോചിച്ചു. അപ്പോൾ നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനകത്തൊരു ഫലിതം കണ്ടെത്താൻ കഴിയും. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആ ഫലിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കും, പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും എന്ന പാട്ടാണെന്ന് വെച്ചോളൂ, ഒരു റൊമാൻറ്റിക് പാട്ട് കേൾക്കാൻ. കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർമണ്ഡപമാക്കും. ചേട്ടൻ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പഴയ കാലത്തൊരു നല്ലൊരു റൊമാൻറ്റിക് സോങ്ങാണ്. അപ്പം അതിനകത്ത് എന്തെങ്കിലും തമാശയുണ്ടോ? ഒന്നുമില്ല. പക്ഷെ തമാശയില്ല, വലിയൊരു സീരിയസ് ആയ ഒരു കാര്യമുണ്ട്. കാടായ കാടൊക്കെ ഞാൻ കതിർമണ്ഡപമാകുമ്പോൾ ഓടി കിടന്ന് കല്യാണം കഴിക്കുന്നത്. അതാണ് അതുകൊണ്ട് അതൊരു അങ്ങനെ ഓടിയാണെന്ന് ഇവിടെ തന്നെ കല്യാണം കഴിക്കുമെന്നുള്ളതാണ്. കാടായ കാടുകൾ, കാരണം പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. മനുഷ്യസ്ത്രീയല്ല, ദേവസ്ത്രീ, അത്രയ്ക്കാവും. അപ്പോൾ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ ചിന്ത എക്സ്റ്റെൻഡ് ചെയ്ത് കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട്, കല്യാണം കഴിച്ച് 1 മാസം കഴിഞ്ഞാൽ അയാൾ ഈ പാട്ട് പാടും. ചേട്ടൻ്റെ അഭിപ്രായം എന്തോ? ദേവസ്ത്രീ എന്ന് പറയൂ? എൻ്റെ കാര്യം ഇതൊന്നും അല്ല. അല്ല, ഞാൻ പറഞ്ഞു വല്ല ദേവസ്ത്രീയാക്കും എന്നല്ല, മനുഷ്യ സ്ത്രീ എന്നെങ്കിലും പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും? പ്രേതസ്ത്രീയാക്കും, രാക്ഷസി എന്ന് അയാൾ തന്നെ പറയും, ചെറിയ വാക്കുകളാണ് കുറെ കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് ഒരു ആ പാട്ടിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഹ്യൂമർ. ഇത് ഭയങ്കര അങ്ങ് ഉന്നതിയിൽ വെച്ചിട്ട് പള്ളി രാക്ഷസി നേരത്തെ പ്രശ്നം തീർന്നല്ലോ. നേരത്തെ പറഞ്ഞ കഥ തീർന്നില്ല, അതിന് ഡോക്ടർ ശരി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ മ്യൂസിയത്തിൽ ഒരു സ്ത്രീയെ നോക്കുന്നത്. അപ്പൊ എനിക്ക് ഉള്ളാലെ ഇവരെ ഒരു വയസ്സായെങ്കിലും എന്തോ അണ്ണാൻ ഒരു വാക്കുണ്ടല്ലോ, അണ്ണാൻ ഡോക്ടർക്കൊക്കെ എനിക്കുള്ള സ്വഭാവമാണല്ലോ. അപ്പൊ അവരെ കണ്ട വെറുതെ ഒരു മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുന്നോണ്ട് കുഴപ്പം. വയസ്സും പ്രായം എല്ലാം ഒക്കെ മറന്നിട്ട് ഞാൻ അവരെ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കിച്ചിരിക്കും. സ്വപ്നം കാണും, ഒരു ദിവസം ആ ഒരു ദിവസം വേണ്ടി കാത്തിരിക്കുകയാണ്. മിണ്ടിയിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. ആ സുഹൃത്തും ഇയാളും കൂടെ ശംഖുവും കടപ്പുറത്തിരുന്ന് സൊള്ളുന്ന ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഇവൻ ആള് കൊള്ളാവില്ല, എവളും ആള് കൊള്ളാവില്ല. എൻ്റെ മുമ്പിൽ കൂടെ സീരിയസ് ആയിട്ട് നടന്നിട്ട് ആരുടെയും മുഖത്തൊന്നും നോക്കാത്ത നടന്ന ദിവസം അവനും കൂടെ പോയി സൊള്ളുന്നു. ഞാനീ ഉള്ളുകൊണ്ട് വിചാരിച്ചു കൊള്ളാം, രണ്ടും കൊള്ളാം, നാളെ ആവട്ടെ, നാളെ കാണട്ടെ. ഞാൻ കണ്ടതായിട്ട് അവർ ഭാവിച്ചില്ല. അപ്പോൾ പിറ്റേന്ന് ഞാൻ സുഹൃത്തിനെ കണ്ടപ്പോൾ ചോദിച്ചത്, കൈ കൊടുത്തിട്ട് സമ്മതിച്ചു വന്നിരിക്കുന്നു. ഞാൻ കുറേ നാളുകൊണ്ടേ അവരെ ഒന്ന് ലൈനിട്ട് തന്നെ, ഇവരെ നമ്മളെ പിടി കിട്ടില്ല, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഏതാ? അല്ല, ഇന്നലെ ഞാൻ ശംഖുമുഖത്ത് രണ്ടുകൂടെ ഇരുന്ന് ചേർന്നിരുന്ന് സൊള്ളുന്ന ഞാൻ കണ്ടു. ഇത് നാട്ടുകാരെ കാണത്തില്ല ഇതൊക്കെ. പുള്ളി ചോദിച്ചു നോട്ടം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചുമ്മാ ഒതിപ്പിക്കാതെ നോട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നല്ലൊരു കാണാൻ കൊള്ളുന്ന
ഒരു തൈക്കിളവിയെ കണ്ടിട്ട് നോട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ആർക്കാ നോട്ടമില്ലാത്തത്. അപ്പോൾ ചോദിച്ച് വയസ്സൊക്കെ ആയില്ലേ? അവന് വയസ്സൊക്കെ ആയി, എങ്കിലും വെറുതെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ശരി, താല്പര്യം ഉണ്ടെങ്കിൽ പറ. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാൻ പുള്ളിക്കാരത്തോടെ ചോദിക്കാം, ചോദിച്ചിട്ട് സമ്മതിക്കുകയാണെങ്കിൽ നാളെ രാവിലെ വീട്ടിലോട്ട് വാ, ഞാൻ വീട്ടിൽ വരുത്താമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് രാവിലെ കുളിച്ച് റെഡിയാക്കി സുഖമായിട്ട് സന്തോഷമായിട്ട് അവിടെ ചെന്ന് വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ണടിച്ച് കണ്ടവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട്. സ്വല്പം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ അകത്തുനിന്ന് വന്ന്, ക്ഷമിക്കണം ചേട്ടാ, ചേട്ടൻ്റെ ആഗ്രഹം എനിക്ക് അദ്ദേഹം പറഞ്ഞ് എന്നോട് മനസ്സിലായി, എന്ത് ചെയ്യാനാ, ഈ ചേട്ടൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു എന്താ, എനിക്ക് മനസ്സിലായില്ല ചേട്ടാ, ഇത് എൻ്റെ ഭർത്താവാണ്. സത്യം പറഞ്ഞ എനിക്ക് ഇത് നടന്ന സംഭവമാണ്. കരയണോ ചിരിക്കണോ എന്നറിയില്ല, എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണോ എന്നറിയില്ല, അവർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രക്ഷപ്പെടുന്നതാണ് നല്ലത്. രക്ഷപ്പെടാണ്ട് എങ്ങനെ പോകും, അവിടെ മുമ്പിൽ നടന്നു പോകേണ്ട ഒരു കാര്യം അവിടെ മുമ്പിൽ കൂടെ എങ്ങനെയാ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം, പക്ഷെ ഏറ്റവും വലിയ തമാശ അദ്ദേഹം ഹ്യൂമറായിട്ട് അത് എടുത്തു എന്നുള്ള കാര്യം സ്വാഭാവികമാണ്. വിശ്വത്തുള്ള ഹ്യൂമർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അല്ല അത് ഇത് അല്ല, അവർ ആ മനസ്സിനെ നമ്മൾ എനിക്ക് കരയണമെന്നോ നോക്കിയ, പക്ഷെ അവർ രണ്ടോടെ ചിരിച്ച് നമ്മളെ അങ്ങ് ഇതാക്കി. അങ്ങനെ ചില മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെട്ട ഡോക്ടർക്ക് അങ്ങനെ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അതിൽ നിന്നാണല്ലോ ഈ കഥകളൊക്കെ ഉണ്ടാകും. ഡോക്ടറുടെ ബുക്കല്ലേ ഇത്, നർമ്മവിഭാഗം OP കണ്ടോ. അതിനകത്ത് ഞാനൊരു മനോരമയിൽ വന്നൊരു കഥ പറയാം. അതായത് ഞാൻ ഈ നമ്മുടെ ബാറൊക്കെ അടച്ചില്ലേ, ബാറെല്ലാം ക്ലോസ് ചെയ്തു, ബാർ നിരോധിച്ചല്ലോ. ആ സമയത്ത് രാവിലെ ഞാനിങ്ങനെ പേഷ്യൻ്റൊക്കെ നോക്കി, പേഷ്യൻ്റ് കഴിയാറായി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവ് വന്നു. ഭർത്താവ് കാണുമ്പോഴേ അറിയാം അയാൾ കുടിച്ചിട്ടുണ്ട്, നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ഇയാൾ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പരിഹാസച്ചിരി. അപ്പോൾ എനിക്കത് ഇറിറ്റേറ്റഡായി. അപ്പോൾ ഞാൻ രാവിലെ വിട്ടിട്ട് വന്നേക്കാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തിനാ സാറേ, പിന്നെ ബാറുകളൊന്നുമില്ല, കുടിക്കാൻ സ്ഥലമില്ല. ഞാനിപ്പോൾ തന്നെ ഇവിടെ വെളിയിൽ വന്ന് ക്യൂ നിന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പൈൻ്റ് ഉണ്ടായിരുന്നു, അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പോൾ ഞാൻ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ എന്നെ വെയിറ്റ് ചെയ്യുന്നിടത്ത് കുടിച്ചില്ല, ശരിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അവരൊന്ന് ഉപദേശിച്ചില്ല. അപ്പോൾ അയാളെ ഭാര്യയൊക്കെ കാര്യമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് 2-3 പേഷ്യൻ്റ് വന്നു. 2-3 പേഷ്യൻ്റ് വന്നതിന് ശേഷം OP കഴിഞ്ഞപ്പോൾ അടുത്ത ലാബുണ്ട്. ആ ലാബുകാരിങ്ങനെ വന്നിട്ട് കഥ തുറന്നിട്ട് ഇങ്ങനെ മണപ്പിക്കുന്നു. അവിടെയൊക്കെ മണപ്പിച്ചിട്ട് ഞാൻ എന്ത് പറ്റി? അല്ല വെറുതെ എല്ലാം ആൾക്കാർ പറഞ്ഞു, ഡോക്ടർ രാവിലെ 2 വിട്ടിട്ടിരിക്കുക. ഇതാണ് ഞാൻ എഴുതിയത്. ആ ബാറ് അടച്ച സമയത്ത് അത് മനോരമയ്ക്ക് അയച്ച ഞാൻ പ്രതീക്ഷിച്ചില്ല അവർ ഇടുവന്ന്. ഒരു 3-4 ദിവസം അവർ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ സ്വന്തം അനുഭവങ്ങളിലുള്ള കഥകളാണ് കൂടുതലല്ല ഞാൻ അത് എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചിട്ടുള്ള. അത് ചേട്ടന് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ തുളസിയുടെ നർമ്മങ്ങൾ, തുളസിയുടെ തമാശകൾ, തുളസിയുടെ ഫലിതങ്ങൾ, അത് പ്രഭാത് ബുക്ക് ഹൗസും NBS ആണ് എൻ്റെ ബുക്ക് ഇറങ്ങി. ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഏതൊക്കെയോ എല്ലാത്തിൻ്റെ എൻ്റെ കയ്യിൽ 1-2 കോപ്പി എൻ്റെ കയ്യിൽ കാണാം. അടുത്ത തവണ നമുക്ക് അങ്ങനെ അവസരത്തിലുണ്ടാകുമ്പോൾ അങ്ങോട്ട് കുറച്ചുകൂടെ ഗൗരവമായിട്ട് നമുക്കൊരു ചിരി അരങ്ങാൻ നോക്കി. നമ്മൾ കുറച്ച് പക്ഷേ നമുക്ക് ചിരിക്ലബിൽ ചേട്ടൻ വരാറുണ്ടായിരുന്നല്ലോ. ചിരിക്ലബിലുള്ള എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്രൈം ഉദ്ദേശം തന്നെയാണ് നമ്മളെ പൊതുവേ ഒരു ചിരി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല, ഒരു അന്യം നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്. കാരണം ആൾക്കാർ തമ്മിൽ അങ്ങോട്ടൊരു ഇൻറ്ററാക്ഷൻ ഇല്ല, ഒരു ഹാപ്പി ഇൻറ്ററാക്ഷൻ ഇല്ല. എല്ലാവരും അവരവരുടെ ലോകത്ത്. ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും അച്ഛൻ അയാളുടെ ലോകത്ത്, അമ്മ അവരുടെ ലോകത്ത്, കുട്ടികൾ അവരുടെ ലോകത്ത്, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരു ഇൻട്രാക്ഷൻ ഇല്ല. പണ്ടൊക്കെ കവലകളിലും നമ്മളെവിടെയെങ്കിലുമൊക്കെ കൂടുന്ന ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്ന് സംസാരിക്കാറുണ്ടായി. ഇപ്പം അതൊന്നുമില്ല. അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ചുറ്റും എങ്ങും പോകേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറിയൊരു ന്യൂസ് കേട്ടു. അത് വേറൊന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച്. ഏറ്റവും വലിയ തമാശക്കാരനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാനിതിനു മുമ്പ് കേട്ടാണോ എന്ന് സംശയം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് 35 സംസ്ഥാനങ്ങൾ, 35 അല്ലയോ നടത്തിനോട്. അപ്പോൾ ആരാണ്ട് പറഞ്ഞോണ്ട് 28 ഉള്ളത്. ഏറ്റവും വലിയ തമാശയല്ലേ. പിന്നത്തെ കുട്ടികളുടെ ഒരു എണ്ണം പറയാം 9,350 അല്ലേ, അങ്ങനെ ഒരു തമാശ 9,351. സത്യമായി ഓർത്തോർത്ത് ചിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി വായിന്ന് ഇത്രയൊക്കെയുള്ള വാക്കുകളൊക്കെ കിട്ടുമ്പോഴേ. അപ്പോൾ തമാശകൾ നമുക്ക് ചുറ്റുമുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട് ഇല്ലേ, നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഞാൻ നേരത്തെ കഥ പറഞ്ഞ പോലെ നമ്മൾ ഏത് സംഗതിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഹാസ്യം എടുക്കാം. പക്ഷെ നമ്മൾ ആലോചിക്കണം,
അതിനകത്തുള്ളൊരു ഹാസ്യം എല്ലാത്തിലും നമ്മൾ പറയുന്ന ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിലും ഓരോരോ വാക്കുകൾ എടുത്താൽ പോലും അതിനകത്തൊരു നർമ്മമുണ്ട്. ആ നർമ്മം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നർമ്മം കിട്ടും. എന്തായാലും ഈ ചിരിദിനം നമുക്ക് സമൂഹത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്രയേ ഉള്ളൂ. നന്നായി ചിരിക്കുക, ചിരിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക. ധാരാളമായിട്ടുള്ള ചിരി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ട്രെസ്സ് ബസ്റ്റർ ചെയ്യപ്പെടൂ. ഈ മരിക്കാൻ നേരത്തെ നമ്മൾ മരിച്ചു കിടക്കുന്നത് പലരുടെയും ചിലരുടെ മുഖം കാണുമ്പോൾ പറയുന്ന കൂടെയോ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും. അതെന്തായിരിക്കും അന്നേരത്തെ മരിക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ? അത് ചിലരുടെ മുഖഭാവം അങ്ങനെയാണല്ലോ, മുഖത്തിന്റെ ഭാവമാണ്. അതായത് മുഖത്ത് അല്ലാതെ മരിക്കുമ്പോൾ ചിരിച്ചോണ്ടിരിക്കാൻ അങ്ങനെ കഴിയില്ലല്ലോ. അതിൽ ഒന്നിൽ വേദന, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അബോധാവസ്ഥയിൽ അല്ലെ ബോധതലത്തിൽ നിന്ന് മാറിക്കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സിങ്ക് ചെയ്ത് പതുക്കെ മരിക്കുന്നത്, സ്ട്രഗിൾ ചെയ്യാതെ മരിക്കുന്നത്. അങ്ങനെയുള്ള മുഖത്ത് അവരുടെ മുഖഭാവം ചിലപ്പോൾ സാധാരണ ഇതിൽ ചിരിച്ചു പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ പറയുന്നത്. അല്ല ചിലരുടെ വാ തുറന്നിരുന്നു. അതെ. അതുപോലെ ഈ അവസാനത്തെ ശ്വാസം വിടുന്നതിൻ്റെയാണ് ഇങ്ങനെ പറയുന്നത്. അപൂർവ ആളുകളെ കണ്ടിട്ട് ഉറങ്ങുന്നത് പോലെ കിടക്കും. ഉറങ്ങുന്ന പോലെ അല്ലേ? അതാണ് സുഖമരം. അതൊക്കെ ഉള്ളുകൊണ്ട് ചിരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരൊക്കെ പ്രാണൻ വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിൻ്റെ ജീവനാന്തം മൊത്തം ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിരിയുടെ ഒരു സുഖം അറിയണമെങ്കിൽ ഇടയ്ക്ക് കരയും വേണം. ചിരിക്കുക എന്നുള്ളത് പോലെ തന്നെ മനുഷ്യന് ഏറ്റവും വലിയ, എനിക്ക് എപ്പോഴും കരയുന്നതാണ് ഇഷ്ടം. ദുഃഖമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. എൻ്റെ ജീവിതത്തിന് മൊത്തം ഒരു ദുഃഖമാണ്. പക്ഷേ ആ ദുഃഖത്തിൽ കൂടെ സന്തോഷം കാണാനും ചിരിക്കാനും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയമില്ല. ഞാനെപ്പോഴും മുഖം ഗൗരവക്കാരനാണുള്ളവരും. ഞാൻ ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ള ആൾ. എന്തിനേയും ഹ്യൂമർ സെൻസ് ആയിട്ട് കാണും. കാര്യം എല്ലാത്തിനും വലുതായിട്ട് കണ്ടാൽ മതി. നമുക്ക് ഈ ഗൗരവം പിടിച്ചിട്ട് എന്തോന്ന കാര്യം. അതുകൊണ്ട് നിങ്ങളും ഈ എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ചിരിദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ചുറ്റും ഉണ്ടാകുന്ന സംഭവം, നിങ്ങൾ ചുറ്റുമുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ടാകും. അതിനകത്തെല്ലാം ഒരു ലഘുവായിട്ടുള്ള ഒരു നർമ്മം കാണും. ആ നർമ്മത്തെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അത് മറ്റുള്ളവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊരു ഒരു ഹാസ്യ കലാകാരനാവും, ഹാസ്യ എഴുത്തുകാരനാവും, ഹാസ്യ ചിന്തകനാവും. എല്ലാവർക്കും അങ്ങൊരു സന്ദേശം കൊടുക്കും. എനിക്കൊരു സന്ദേശം പറയാനുള്ളത്, യൂസഫ് അലി കച്ചേരി മുമ്പ് എഴുതിയിട്ടുണ്ട്, ചിരിച്ചാലും മരിക്കും, മരിച്ചാലും ചിരിക്കും. അതല്ലേ? അതായത് ചിരിച്ചാലും മരിക്കും, മരിച്ചാലും ചിരിക്കും. തെറ്റിക്കരുത്. അല്ല, അതെ, മരിച്ചാലും ചിരിക്കും, ചിരിച്ചാലും അല്ല. ഞാൻ പറയാം, കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ. ചിരിച്ചുകൊണ്ടേ എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ. കരഞ്ഞാലും മരിക്കും, ചിരിച്ചാലും മരിക്കും, എന്നാൽ പിന്നെ ചിരിച്ചുകൂടെ എന്നുള്ള വലിയൊരു തത്വചിന്തയാണ് അദ്ദേഹം വെറും 2-3 വരികളിലൂടെ എഴുതിയിട്ടുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ചിരിദിനത്തിന് ഉള്ളൊരു സന്ദേശമായിട്ട് എനിക്ക്. വിവാഹം കഴിക്കാതിരുന്ന ഈ പറഞ്ഞല്ല സംഭവിക്കും. അത് എനിക്കറിയില്ല. ഓക്കെ, സന്തോഷം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.